ന ന ന കൃതണരകാം 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 ന ന ന. അപ്പോൾ നമ്മൾ കുറേ മറ്റ് കഥകളായിട്ട് പറഞ്ഞു. അത് അക്ഷരമാലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊട്ടിൻ്റെ ശാസ്ത്രീയത കണ്ടെത്തിയത് ഉണ്ണീഷൻ. അത് വലിയൊരു വലിയൊരു സംഭവം തന്നെയാണ്. അത് സംഭവം എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്ന പോലെ പാണ്ഡിമേളത്തിൻ്റെ ഒരു ആശയം നമ്മൾ പുരാണ കഥയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണീഷൻ പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാഴ്ചപ്പാടുകൾ ഒരു വാദ്യകലയെ, നൃത്തകലയെ, സംഗീതകലയെ പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് ചില അന്വേഷണങ്ങളും കണ്ടെത്തലും ഉണ്ടാവല് ചെറിയ കാര്യമില്ല. അത് വാദ്യലോകത്തിന് വലിയ ഒരു നേട്ടം തന്നെയാണ്. അപ്പോൾ അത് സമൂഹത്തിനോട് ഉണ്ണീഷൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കലാസ്വാദകരോടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്യുന്നവരോട് ഇനിയും തുടർന്നുകൊണ്ടിരിക്കണം, ഇനിയും അന്വേഷണം ചെയ്തുകൊണ്ടിരിക്കണം. എന്ന പോലെ ഈ വാദ്യം തന്നിലുള്ള വാദ്യകല അത് ഇപ്പോൾ നേരത്തെ 2000 ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10-13 സ്കൂളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ണീഷൻ്റെ അച്ഛൻ കണ്ടല്ലൂർ സദാശിവനാശാൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊട്ടുകാരനായിരുന്നു, അച്ഛൻ്റെ അച്ഛൻ കൊട്ടുകാരനായിരുന്നു. ഉണ്ണീഷൻ്റെ ഏട്ടൻ ഷാജി, ശൈലജൻ ഒക്കെ കൊട്ടുകാരനാണ്. ഉണ്ണീഷൻ്റെ മക്കളെ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഈ കാഴ്ചപ്പാടിപ്പോൾ. അത് എന്താണ്, മകനെയോ മകളെയോ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അത് മകനും ഞാൻ പഠിക്കുന്നതിനെക്കാട്ടി മുന്നേ തന്നെ, എൻ്റെ ചെറുപ്പത്തിൽ പഠിക്കുന്നതിന് മുന്നേ തന്നെ മകനും മകളും അരങ്ങേറ്റം കഴിഞ്ഞാണ്. മകള് 4ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞാണ്. പഞ്ചാരി വേറെ 5ാം കാലം മാത്രം കുട്ടി അരങ്ങേറ്റം കഴിച്ചു. മകനും അതുപോലെ തന്നെ കുറച്ചുകൂടെ താമസിച്ചായിരുന്നു. മോളായിരുന്നു കുറച്ചുകൂടെ എന്തോന്നു. അപ്പം മകൻ തായമ്പ ഞാൻ പഠിപ്പിച്ചായിരുന്നു. കഥകളി കൊട്ടിനോട് അത്ര താല്പര്യം പുള്ളിക്ക് പോരായിരുന്നു. മേളങ്ങളെല്ലാം കൂട്ടും, നന്നായിട്ട് കൂട്ടും. സ്കൂൾ പഠിത്തവും മകളെ അതുപോലെ പഠിപ്പിച്ചു. പെൺകുട്ടികളില്ല, മകൾക്കാണ് കണ്ടമാനം ഈ കൂടുതൽ പഠിക്കണമെന്നും മകന് അങ്ങനല്ല, പഠിക്കണം ഉണ്ട്, പഠിച്ചു നന്നായിട്ട്. എൻ്റെ കൂടെ നിന്ന് കൂട്ടാറുണ്ട്, കഥകളി കൊഴിച്ചു തായമ്പ കൂട്ടാറുണ്ട്, മേളം നന്നായിട്ട് കൂട്ടും. ഇപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു. കലോത്സവത്തിന് 4 വർഷം സ്റ്റേറ്റ് കലോത്സവം A ഗ്രേഡായിരുന്നു. മകൾക്കും അതുപോലെ കേന്ദ്രത്തിൻ്റെ സ്കോളർഷിപ്പ് മകൾ മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കുവൈറ്റ് മത്സരത്തിന് അവൾ മത്സരിക്കാനുണ്ടായിരുന്നു. കുവൈറ്റിൽ ഈ എന്തോന്ന് ഉണ്ടായിരുന്നു, ഈ കുവൈറ്റ് ഏർപ്പെടുത്തിയ ഒരു ഓൺലൈൻ മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ 14 ജില്ലയിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. അതിനകത്ത് ഏതാണ്ട് അവസാനത്തെ റൗണ്ട് വരെ മകളുണ്ടായിരുന്നു. അന്ന് പിന്നെ അപ്പോഴത്തെ ചെറുശ്ശേരി അപ്പോഴത്തെ പിള്ളേരൊക്കെ ആയിരുന്നു, അവരൊക്കെ ആയിരുന്നു. മകളെ പെൺകുട്ടിയല്ലേ, ഇപ്പോൾ ഓൺലൈനിൽ നടന്ന കുറേ എല്ലാം അവർ പറയുന്ന ഭാഗങ്ങളെല്ലാം കുട്ടി ഇട്ട് കൊടുക്കണം. അങ്ങനെ മറ്റൊരു ആശാൻ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഇരിപ്പുണ്ട് മകൾക്ക്. അങ്ങനെ ഓൺലൈനിൽ കുട്ടി മകന് കലോത്സവം ഒക്കെ എല്ലാം കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അച്ഛൻ്റെ കൂടെ വരുന്നെങ്കിൽ സൗകര്യമായിട്ട് വരാം. പിന്നെ ഞങ്ങളുടെ അടുത്ത് നാട്ടിലാണെങ്കിൽ നല്ല കായലുണ്ട്, പുഴ മീനുമൊക്കെ കിട്ടുന്ന, അങ്ങനെയോട്ടാണെങ്കിൽ അങ്ങോട്ട് പോകാം. എന്ത് വേണമെങ്കിലും അവരോടുള്ള സമയം. അപ്പോൾ എൻ്റെ മക്കൾ ആയിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഇഷ്ടം ചോദിക്കുക. +2 പാസ്സായി കഴിഞ്ഞപ്പം ചോദിച്ചു മകനെ എന്താണ് എങ്ങനെ അല്ലെ, പിന്നെ ഈ കെട്ടിടം പണി എന്ത് വേണമെങ്കിലും അവരവരുടെ ഇഷ്ടമാണ്. ഇത് പറഞ്ഞ് എനിക്ക് സർവേ പഠിക്കണമെന്ന് പറഞ്ഞു. എന്തോന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. ആദ്യമേ മെക്കാനിക്കൽ എന്ന് പറഞ്ഞു. പിന്നെ അത് മെക്കാനിക്കൽ സൈഡ് കൊണ്ടുപോയിട്ട് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞ് അല്ലെ സർവേ ഓട്ടോ മെക്കാനിക് ഇത് സർവേ പഠിച്ച് അത് പാസ്സായി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഓട്ടോ കാർഡ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോ കാർഡ് പഠിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞ് ഇനി നമുക്കിതിനെപ്പറ്റി വലിയ വിവരമില്ലല്ലോ, അതുമായിട്ട് ചണ്ടയായിട്ടുള്ള എന്തെങ്കിലും ചോദിക്കാതെ അതിനെപ്പറ്റി പറയാനുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനി എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. 1 കൊല്ലം എക്സ്പീരിയൻസ്. അന്ന് MLA എൻ്റെ വിഷയനാണ്, കരുനാഗപ്പള്ളി MLA CR അദ്ദേഹത്തിൻ്റെ അടുത്ത്
പറഞ്ഞു. അദ്ദേഹം ഒരാളിനെ ഏർപ്പാട് ചെയ്ത് 1 വർഷത്തോളം എക്സ്പീരിയൻസ് പോയി. അങ്ങനെ ഇപ്പോൾ അദ്ദേഹം 4 വർഷം സൊമാലിയയിലെ ജോലി നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്ന് പിന്നെ മേളത്തിലോട് ഇവിടെ വന്ന് 1 വർഷത്തോളം നിന്ന് കഴിഞ്ഞപ്പോൾ ഞാനിനി പോകണോ അതോ അങ്ങനെ ഞാൻ പറഞ്ഞ മകനെ, ഇതെന്ന് പറയുന്നത് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ളതാണ്. ഗുരുശിഷ്യ ബന്ധം എന്നൊക്കെ പറയുന്ന ഒത്തിരി മേളം എന്ന് പറയുന്നത് ഈ കൃത്യനിഷ്ഠ. എൻ്റെ അച്ഛൻ എന്നോട് പറയാറുണ്ട്, മകനെ 1 മണിക്കൂർ മുന്നേ കളി സ്ഥലത്തായാലും പ്രോഗ്രാം സ്ഥലത്ത് മുന്നേ ചെന്നിരിക്കണം. അതൊരു നിർബന്ധമാണ്, ഒരു നിർബന്ധമാണെന്ന് പറഞ്ഞു. മുന്നേ പോയി അവിടെ കിടന്നുറങ്ങിയാൽ അത് ഒരു ശീലമാക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം പറഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹം ഉറക്കത്തിനോടൊക്കെ വലിയ താല്പര്യമുള്ള, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ, ഇതിന് ഒത്തിരി കടമ്പകളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് എല്ലാവരും അങ്ങ് ക്ലച്ച് പിടിക്കണമെന്നില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തെ പിന്നെ ഇവിടെ വന്ന് ഇപ്പം ദുബൈയിലാണ്. സർവേ അതിനാണ്. അപ്പം നല്ല ജോലിയാണ്, സുഖമാണ്. മകൾ BSc നഴ്സിങ്ങിന് പഠിക്കുന്ന, ഇടയ്ക്ക് വന്ന് തായമ്പ കൂട്ടും, എൻ്റെ കൂടെ വന്ന് തായമ്പ കൂട്ടും മേളം കൂട്ടും പോവും. മക്കൾ രണ്ടുപേരും അങ്ങനെ കൊട്ടും ജോലിയായിട്ട് നടക്കും. ഇപ്പം നേരത്തെ എനിക്ക് ഇങ്ങനെ ഇതിനിടയ്ക്ക് ഒരു MLA ആയിട്ടുള്ള കാര്യം പറയുകയുണ്ടായി. ഞാനും അതിനകത്ത് ഉണ്ണിച്ചേട്ടനും അതിനകത്തൊരു ഭാഗമായി. അങ്ങനെയാണ് അങ്ങനെ പ്രത്യേക ശിഷ്യന്മാർ, സാധാരണ ശിഷ്യന്മാരെ പോലെ തന്നെ നമുക്ക് ഇത്തരം പല മേഖലകളിലും പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെ പഠിപ്പിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഈ വാദ്യകലയുടെ സ്വാദ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക ചെറിയ കാര്യമല്ല അത്. അപ്പോൾ എങ്ങനെയാണ് അതിനെയൊക്കെ ശരിക്കും കാണുന്നത്? അത് MLA ആദ്യം എനിക്ക് ഇദ്ദേഹത്തെ അങ്ങനെ അത്ര അവിടെ നിന്ന് പുള്ളി MLA ആകുന്നതിന് മുമ്പുള്ളതാണ്. അതെ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഞാൻ പരിമല ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിളി. അച്ഛനാണ് പറയുന്നത്, മോനെ എൻ്റെ ആര് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇന്നുപോലെ കരുനാഗപ്പള്ളിലെ ഇലക്ഷനിൽ നിന്ന ആളാണ്. ഇന്നുപോലെ പാർട്ടി മോനെ കാണാൻ വന്നു. ഇന്നുപോലെ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനല്ലേ, രാഷ്ട്രീയക്കാരന് അത്ര താല്പര്യം, കാണാമെന്ന് പോകും, കണ്ടില്ലെങ്കിൽ അങ്ങ് പോകുമല്ലോ, അങ്ങനെ ആണല്ലോ. ഇപ്പം ഞാൻ 2 മണിക്കൂർ എടുത്ത് അവിടുന്ന് ഇവിടെ വരാൻ. ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, ഞാൻ 2 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തുമ്പോഴും ഇദ്ദേഹം എന്നെ കാത്തവിടെ ഇരിക്കുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി എന്തോ ഒരു അതിനകത്ത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഒരാൾ ഇത്രയും മണിക്കൂർ താമസിക്കുമ്പോൾ ഒരു രാഷ്ട്രീയം അപ്പോൾ അങ്ങ് പോകുമായിരിക്കുമല്ലോ, പിന്നെ വരാം, അതിൻ്റെ നമ്പറുണ്ട്, വിളിച്ച് ചോദിക്കാം എന്നൊരു തോന്നുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം വന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ എന്നുപോലെ എനിക്ക് ഇതുപോലെ ജഗന്നാഥവർമ്മ സാറ് മരിക്കുന്ന സമയമായിരുന്നു, വലിയ വാർത്തയായിരുന്നു അത്. സാറ് മരിക്കുമ്പോൾ അപ്പോൾ അന്നേരം ഈ CR മഹേഷ് MLAയുടെ അമ്മ ചെണ്ട പിടിച്ചിട്ടുണ്ട്. ഒരു പാരമ്പര്യമായിട്ട് ഒരു കുടുംബം. അതെ. അത് കീരിക്കാട് ഉത്തവപ്പണിക്കർ കഥകളി കൂട്ട് വാരണാസിയാശാന്റെ വിഷയനാണ്. ഉത്തവപ്പണിക്കർ അതെ, ആ പുരുഷോത്തമ പണിക്കർ കിരിക്കാട്ടെ വാരണാസിയാശാന്റെ വിഷയം കഥകളി കൂട്ടുകാരൻ എന്നോട്ടൊക്കെ കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ മഹേഷിൻ്റെ അമ്മയെ പഠിപ്പിച്ചാണ്. അന്ന് ഈ സ്ത്രീകൾക്കൊന്നും വലിയ തെക്കേശത്തോട്ടൊന്നും വലിയ പ്രവേശനമൊന്നുമില്ല, ചെണ്ടയായിട്ട് പോകുന്ന അന്നത്തെ കാലങ്ങളിൽ, അന്ന് ആലോചിക്കുക. അപ്പം അങ്ങനെ അത് അവർ റേഡിയോയിലൊക്കെ കുട്ടിയാണ്, തായമ്പയൊക്കെ കുട്ടിയാണ്. പിന്നെ അവിടെ വെച്ചൊക്കെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അതോടുകൂടി അങ്ങ് തീർന്നതാണ്. അന്ന് മഹേഷ് ചെണ്ട പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് മകൻ്റെ കൈയൊന്നും അത്ര തിരിയത്തില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജഗന്നാഥവർമ്മ സാറ് 74-ാമത്തെ വയസ്സ് കണ്ടല്ലൂരിൻ്റെ അടുത്ത് ചെണ്ട പഠിക്കാൻ വന്നു. അങ്ങനെ പഠിച്ചു. ഇങ്ങനെ അപ്പോൾ 74-കാരന് പഠിക്കാമെങ്കിൽ എനിക്ക് എന്താകണമെന്ന് ചോദിച്ചാണ് പുള്ളി അയാൾ വന്നു. അങ്ങനെ 4 വർഷം പുള്ളി നിലത്തിരുന്ന് തന്നെ സാധകവും പഠിത്തവും സാധകവുമായിട്ട് അദ്ദേഹം അതിൻ്റെ ആ കളരി സമ്പ്രദായത്തിൽ തന്നെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ആശാനെ എനിക്ക് ഓട്ടണമല്ലോ 4 വർഷം കഴിഞ്ഞ്. അങ്ങനെയാണ് ആദ്യമായിട്ട് തായമ്പ കൂട്ടുന്ന പുള്ളി. ആദ്യമേ തായമ്പയാണ് കൂട്ടുന്നത്. ഓച്ചറ മഹാക്ഷേത്രത്തിൽ തായമ്പ കൂട്ടി എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് തായമ്പയ്ക്കൊക്കെ വരികയൊക്കെ ചെയ്യും. പുള്ളിയുടെ MLA ആയല്ലോ. MLA ആയി കഴിഞ്ഞ് പുള്ളിയുടെ സമയമൊക്കെ അനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ അത്യാവശ്യം വന്ന് കൂട്ടും. കേളി കൂട്ടും പഠിച്ചു. അങ്ങനെ ഇരുന്ന് കൂട്ടത്തിൽ ഇങ്ങനെ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞ്, ആശാൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് ഇരിക്കുക മട്ടന്നൂരാശാൻ. ഞാൻ പറഞ്ഞു മട്ടന്നൂരാശാൻ എൻ്റെ ഓഫീസിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ്.
അപ്പം ഞാൻ താമസിക്കുന്നിടവും ആശാനിരിക്കുന്ന ഓഫീസുമായിട്ട് ഏതാണ്ട് 10-20 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ എന്നോലെ അല്ല ആശാൻ വന്ന് അപ്പം ആശാനുമായിട്ട് ഉണ്ണീഷ ഞാൻ ഇന്നടത്ത് വരെ വന്നായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ ഈ മണികെട്ടുന്ന ഒരു ക്ഷേത്രമുണ്ട് കാട്ടിൽ മേക്കതിൽ, അവിടെ ഗജമണ്ഡപം ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഗജമണ്ഡപം ഉദ്ഘാടനത്തിന് രാവിലെ മട്ടന്നൂർ ആശാൻ്റെ തായമ്പയായിരുന്നു, വൈകിട്ട് എൻ്റെ തായമ്പയായിരുന്നു. ആശാൻ്റെ രാവിലെ, വൈകിട്ട് ഞാനും മകളുമായിട്ടുള്ള തായമ്പ. അപ്പം അങ്ങനെ ഇദ്ദേഹം കേൾക്കാനൊക്കെ പോകുമായിരുന്നു ആശാൻ. അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ വെച്ചപ്പോൾ അങ്ങനെ ആശാനോട്ട് സംസാരിച്ചല്ല, ആശാൻ അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ആശാനെ എനിക്ക് മട്ടന്നൂർ ആശാനും കൂടെ ഒന്ന് കൊട്ടണം. ഞാൻ പറഞ്ഞ ആശാനോട് തന്നെ നേരിട്ടങ്ങ് ചോദിക്കണം, അത് നമുക്ക് പഞ്ചാരി ഒന്ന് പഠിക്കണമല്ലോ. ആശാനോട് സംസാരിച്ചായിരിക്കും, അതുകൊണ്ടായിരിക്കും. അങ്ങനെ പഞ്ചാരി വടക്കൻ്റെ, ഇപ്പം തെക്കൻ്റെ പ്രാദേശികം അറിയാം, വടക്കൻ്റെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഏതാ. അപ്പം ആശാനോടൊന്ന് ആശാൻ തന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ മട്ടന്നൂർ ആശാനെ വിളിച്ചപ്പം ആശാൻ പറഞ്ഞ്, ഉണ്ണീഷ എൻ്റെ സാന്നിധ്യമാണോ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ആശാൻ കൊട്ടാനായിട്ട് അദ്ദേഹത്തിനൊരു ആഗ്രഹം. അതിനെന്താ ഉണ്ണീഷ ഒരു കാര്യം ചെയ്യും, 3, 4, 5 കാലം പഠിപ്പിച്ച് എനിക്കൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അത്രയും അങ്ങോട്ട് പോയി ഞാൻ ചിന്തിച്ചിരുന്നു, കേൾക്കണമെന്ന് പറഞ്ഞ് എന്താ, തായമ്പയാണെങ്കിൽ കേൾക്കണമെന്ന് പറയത്തില്ല, തമ്മിലുള്ള വ്യത്യാസമാണ്. തായമ്പയാണ് കേൾക്കണ്ട. ഉണ്ണീഷേട്ടനാ ഇപ്പം തായമ്പയ്ക്ക് വരുന്ന ഉണ്ണീഷ ഇന്നുപോലെ ഇന്ന എണ്ണങ്ങളൊക്കെ കുട്ടുന്നതെന്ന് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ കാലങ്ങളുണ്ട്. ഇനി ഉണ്ണീഷേട്ടനെ കുട്ടിയാലും മട്ടന്നരാശം കുട്ടിയാലും ഇനി ആരും ഒന്ന് കുട്ടിയാലും ഒരെണ്ണങ്ങൾക്കൊരു കാലങ്ങളുണ്ട്. അതിനപ്പുറത്ത് വെച്ച് കൂട്ടാനൊക്കെ മനോധർമ്മങ്ങൾ അത് വേറെ, അത് അവരവരുടെ എന്തോന്നാണ്. അപ്പം അങ്ങനെ ആശാന് അപ്പം അന്നേരം ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ എന്താ അറിയാം, ഈ MLA എന്ത് സ്പീഡിൽ കുട്ടുന്നു അത് അറിയാൻ വേണ്ടിയാണ് ആശാൻ കേൾക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈ സ്പീഡ് അനുസരിച്ച് ആശാൻ കൊട്ടാൻ. മട്ടന്നൂർ ആശാൻ കൂട്ടുന്ന പഞ്ചാരിയും ഉണ്ണീഷേട്ടൻ മറ്റേക്ക് കൂട്ടുന്ന പഞ്ചാരി, എല്ലാവരും കൂട്ടുന്ന പഞ്ചാരി, ആശാൻ കൂട്ടുന്നത് എല്ലാം ഒരേ പഞ്ചാരിയാണ്. 3, 4 പഞ്ചാരി. മേളങ്ങൾക്ക് മനോധർമ്മം ഇല്ലല്ലോ, അതിൻ്റെ അടിസ്ഥാനമായിട്ടല്ലേ പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ അന്നേരം ആ സ്പീഡ് അറിയാൻ വേണ്ടി അദ്ദേഹം ഏത് സ്പീഡിൽ കൊട്ടുന്നു. അങ്ങനെ ആശാൻ ഒരു സുപ്രഭാതത്തിൽ ഞാനിതെല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിട്ട് ആശാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അവിടെ ഇരുന്ന് ആദ്യമേ അവരെ കൊണ്ട് കൊട്ടിച്ചു, ഒരു പ്രാവശ്യം കൊട്ടിച്ചു. അപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഭയമാണ്, പുറമേ കാണിക്കാൻ ഒക്കുന്നില്ല. ഭയങ്കര ആശാൻ മറ്റൊരു ആശാനായിരിക്കുന്നത്. ഞാൻ വടക്കൻ സമ്പ്രദായത്തിൽ അങ്ങനെ കൊട്ടാറുമില്ല. പഞ്ചാരി സത്യമാണ് പറയുന്നത്, ഞാൻ വടക്കൻ പഞ്ചാരി ഞാൻ അങ്ങനെ കൊട്ടാറില്ല. എനിക്ക് കാര്യങ്ങൾ അറിയാവുന്നേ ഉള്ളൂ. ആശാൻ എനിക്കൊണ്ടൊരു ഭയമുണ്ട്. ഇപ്പോൾ ആശാൻ എന്താണ് ആശാൻ്റെ വായിന്ന് ഇങ്ങോട്ട് മൊഴിയുന്നതെന്ന് അറിയണമല്ലോ. ഇങ്ങനെ ആലോചിച്ചിട്ട് ഇത് പഞ്ചാരി 3, 4, 5 തീർന്നു പോകും. ഉണ്ണീഷ ഒന്നുകൂടെ ഒന്ന് കൊട്ടാൻ പറയാൻ പറഞ്ഞ്. അപ്പോൾ ഏതാണ്ടൊരു സമാധാനമായി. ഭയമായിരുന്നു. ഞാനാണ് ആശാനെ ഞാനോട് അടുത്തിട്ട് താളം പിടിച്ച് നോക്കുകയാണ്. 3 പ്രാവശ്യം കൊട്ടിട്ട് പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര സന്തോഷമായി. മറ്റൊന്നുമല്ല, ആശാൻ എന്തെങ്കിലും അതിനകത്ത് മാറ്റണമെന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ണീഷ അതൊന്നും. അങ്ങനെ ആശാൻ അവിടുന്ന് ഇതെല്ലാം കഴിച്ച് സന്തോഷമായിട്ട് പോയിട്ട് ആ പ്രോഗ്രാമിൻ്റെ അന്ന് ഉണ്ണീഷേട്ടൻ സഹിതം അവിടെ വന്ന് കൊട്ടിക്കേട്ട് കഴിഞ്ഞപ്പോഴാണ്. എന്നിട്ട് തന്നെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ അവിടെ കൊട്ടിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ എന്തോ ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ ഉണ്ണീഷേട്ടൻ എന്നെ ഒരു നോക്കി കാലം മാറി എന്തോ ഒന്ന് ഞാൻ തെറ്റു. അത് ഓർമ്മയുണ്ടായിരിക്കും. അതായത് 3 കുട്ടിയിട്ട് 4ലോട്ട് വീഴുമ്പോൾ ഞാൻ 5ാം കാലത്തിൻ്റെ അപ്പോഴേ എന്തോ ഒന്ന് ചിന്തിച്ചു പോയി. അപ്പോൾ ഉണ്ണീഷേട്ടൻ ഇങ്ങനെ നോക്കിയപ്പോഴേ എനിക്കറിയാം, നമുക്ക് തമ്മിലൊക്കെ ഈ കഥകളി കൊട്ടുന്നതുകൊണ്ട് നോക്കുമ്പോൾ അറിയാമല്ലോ ഇന്ന ഉണ്ണീഷ ശ്രദ്ധിക്കാനായിരിക്കും പറയുന്നത്. ഉണ്ണീഷേട്ടൻ അത് നേരെയാക്കി തന്നു. എൻ്റെ അപ്പുറത്ത് MLA നിൽക്കുന്ന, അപ്പുറത്ത് ആശാൻ നിൽക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു അന്ന് മകളും ഉണ്ടായിരുന്നു കൊട്ടാനും. ജീവിതത്തിൽ സന്തോഷമാണ് കലാജീവിതം എന്ന് പറഞ്ഞാൽ. എങ്ങനെയും ധാരാളം ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ആ കൊട്ടിൻ്റെ ശൈലി നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രാദേശിക ശൈലിയിൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് കൊട്ടാൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം കൊട്ടുന്ന കലോത്സവങ്ങൾ അതൊന്നും പ്രാദേശികമായ അല്ലല്ലോ. ഇപ്പോഴും പ്രാദേശിക മേളങ്ങൾ ഞാൻ കൂട്ടുന്നുണ്ട്, ചെമ്പടെ കൂട്ടുന്നുണ്ട്, മറ്റേ ആടന്ത മേളങ്ങളും കൂട്ടുന്നുണ്ട്. തെക്കൻ്റെ സമ്പ്രദായത്തിൽ പഞ്ചാരി ഈ ശൈലി, അതായത് ഇനിയിപ്പോൾ തെക്കൻ ശൈലി എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഈ പ്രാദേശിക ശൈലിയാവും. അതെ, ഇത്
അങ്ങനെ ആരും പിന്തുടരാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നോ ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ ആരും അങ്ങനെ അല്ല, ഇപ്പം എല്ലാം പുതുമ തേടിയാണ് എല്ലാവരുടെയും സഞ്ചാരങ്ങൾ. പുതുമകളാണ്. പാരമ്പര്യത്തിൽ അത്ര താല്പര്യം കുറവാണ് കുറവായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ അതെ. ഇപ്പോൾ ഉണ്ണിച്ചേട്ടന് തന്നെ ഞാൻ പറയാറിയാം. ഇപ്പം ഒരു 20 വർഷത്തിന് മുമ്പ് ഉണ്ണിച്ചേട്ടൻ പോകുന്നിടത്തെല്ലാം മേളപ്പം ഉണ്ടാകും. ഇപ്പോൾ എത്ര മേളപ്പം ഈ വർഷം ഉണ്ടായെന്ന് പോയി. പുറപ്പാടുണ്ടാകാറില്ല. ഏതാ തോടയില്ല, പുറപ്പാടില്ല, കഥ തുടങ്ങുകയാണ്. അപ്പം മറ്റേ അങ്ങനെയല്ല, നിർബന്ധമായിരുന്നു. ഇപ്പം ഈ വടക്കുന്ന ആരെങ്കിലും അയ്യോ ഉണ്ണിച്ചേട്ടൻ വരുന്നുണ്ട്, ഇന്ന് മേളപ്പം ഉണ്ട്, അയ്യോ ഒന്ന് ജോലി ആന്നേന്നും പറഞ്ഞിരിക്കും. ഇപ്പോൾ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അപൂർവമാണ് എന്ന് പറയുന്നില്ല. ഇപ്പം ഇതാർക്കും വേണ്ട. ഇപ്പം അവർക്കെല്ലാം ഈ വടക്കൻ്റെ പഞ്ചാരി പൊതുവെ കഥകളിയുടെ എണ്ണങ്ങൾ കൂടി എന്നുള്ളൊരു തോന്നലില്ലേ? ധാരാളം. അത് ഇപ്പം സമയം ചുരുക്കുന്നില്ല. മഹാക്ഷേത്രങ്ങളിലല്ലേ ഫുൾ നേരത്തെ 4 കളി ഉണ്ടായിരുന്നത് ഇപ്പൊ 12 കളി ഉണ്ടെങ്കിൽ നമുക്ക് ആ 12 കളിയിൽ 4 കളിയും അപ്പൊ നമ്മള് ഉണ്ടാവും. അതുണ്ടാവും. 12 കളിക്ക് 12 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. നേരത്തെ 4 പേരേ ഉള്ളൂ. അപ്പോഴും നമുക്ക് അവസരങ്ങൾക്ക് കുറവില്ല എന്നാണ് തോന്നുന്നത്. കുറവുണ്ടെന്നാണോ? അല്ലല്ല, അവസരങ്ങളുണ്ട്. ഇപ്പോൾ അവസരങ്ങളുണ്ട്. എങ്ങനെയും ഇപ്പോൾ ഈ കഥകളി കൊട്ട് അല്ലെങ്കിൽ മേളം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ തായമ്പക അതൊരു ശൈലി, അതിൽ തന്നെ മുന്നോട്ട് പോയിട്ട് കുട്ടികളെ പഠിപ്പിച്ച് തൻ്റെ ഈ പാരമ്പര്യ ശൈലി നിലനിർത്തണം എന്നുള്ളതിന് ഒരു വാശി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഒരു വലിയ ഈ ഉണ്ണിച്ചേട്ട ഈ ഇത്രയും ഒക്കെ ഈ എത്തുകയെന്ന് പറഞ്ഞത് ഒരു വലിയൊരു കടമ്പയാണ്. അത് തുടർന്നു ഉണ്ടാകുന്ന ഇന്നാളുടെ മകൻ ഇപ്പോൾ എൻ്റെ മകനായത് അത് ഒരു വലിയൊരു തോന്നുക തന്നെ. എവിടെ ചെന്നാലും ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു കലാകാരന് ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും പൈസ കണ്ടമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അംഗീകാരങ്ങളെന്ന് പറയുമ്പോൾ ഇന്നാരുടെ മകനാ പോകുന്നത്, ഇന്നാരെ പഠിപ്പിച്ചാണ് പറയുമ്പോൾ അതൊരു ഒരു വലിയൊരു എന്താ പറയുന്നത്. നമുക്ക് നമ്മളിലുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവാദിത്തം. അതെ തീർച്ചയായിട്ടും ഞാൻ മകനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഗൾഫ് ജീവിതം എന്ന് പറയുന്നത് ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന ഒരു സംഭവമല്ലേ. ഇത് അവൻ വരുമ്പോൾ ഇപ്പം 2 മാസം സീസൺ സമയത്തേ വരത്തുള്ളൂ. ഇവിടെ സീസൺ കണക്കാക്കി വരും. വന്നു കഴിഞ്ഞാൽ 2 മാസം ഇവിടെ നിന്ന് എനിക്ക് 150ഓളം മേള പ്രമാണമുണ്ട്, ക്ഷേത്രമുണ്ട്. അടിയന്തര കൊടിയേറ്റ് ഉത്സവം ഉള്ള 150ഓളം ക്ഷേത്രം എൻ്റെ കയ്യിലുണ്ട്. 5 കൊടിയേറ്റ് ഉത്സവമുണ്ട്. പിന്നെ അല്ലാതുള്ള ഈ ക്ഷേത്രങ്ങൾ കൊച്ചു ഇവിടെ ഞങ്ങളങ്ങനെ പറയുന്നത് കൊച്ചു കുടുംബക്ഷേത്രങ്ങളിൽ 2 ദിവസത്തെ 4 ദിവസത്തെ പരിപാടികളുള്ള കലശപൂജ ഉണ്ട്. ശിഷ്യന്മാരുണ്ട്, അവർ നടത്തിക്കൊള്ളും. ഞാൻ മെയിനായിട്ടുള്ള ഇനിയിപ്പം ശബരിമല മേശാനന്ദിയുടെ ഒരു സഹസ്ര കലശം ഉണ്ടായിരുന്നു. കണ്ടൊരു മോഹനൻ്റെ ഒരു സഹസ്ര കലശം ഉണ്ടായിരുന്നു. അതിന് ഞാൻ 2 ദിവസം അവിടെ പോയി. ഒരു ദിവസം ലാസ്റ്റ് ദിവസം പുള്ളിയുള്ള 2 ദിവസം പോയി. പാണി ഉണ്ടായിരുന്നു, 2 പാണി ഉണ്ടായിരുന്നു. അതിന് പോയി, അതിന് കൂട്ടി. മെയിനായിട്ടുള്ള ഭാഗമല്ല കൂട്ടി. അതിന് പിന്നെ ഒരു പഞ്ചാരി, അഭിഷേകത്തിന് പഞ്ചാരി വേണം. 3, 4, 5 കാലം കൂട്ടി. ശിഷ്യന്മാരെല്ലാം ശിഷ്യത്തുകൾ കൊണ്ട് അവരെല്ലാം അവിടെ വന്ന് പഞ്ചാരിയും കൂട്ടിയിട്ട് പോയി. അങ്ങനെ ഒത്തിരി ഈ ശിഷ്യന്മാരുടെ ബന്ധങ്ങൾ കണ്ടമാനമുണ്ട്. ഡോക്ടേഴ്സ് പഠിക്കുന്നു. ഇപ്പം തിരുവനന്തപുരം സിറ്റി കമ്മീഷൻ ചെണ്ട പഠിച്ച ശിഷ്യനാണ്. അങ്ങനെ ഡോക്ടർമാർ ഇപ്പം അങ്ങനെ അതൊക്കെ ഈശ്വരൻ തരുന്നത്. നമ്മൾ ഗുരുത്വം എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയാണ്. അതിൻ്റെ ഒരു പിന്നെ ഈ ഭജനം ജപം ഉണ്ടാവും. വെളുപ്പിനെ 3:30 ക്ഷേത്രത്തിൽ പോകും. 5 മണിക്ക് ഉറക്കുന്നത് 3:30 വീട്ടിൽ നിന്ന് എണീച്ചാൽ അവിടെ ചെല്ലുമ്പോഴേ 5 മണിയാവും. അങ്ങനെ ക്ഷേത്രം മുടങ്ങാറില്ല. 5 വർഷം കൊണ്ട് ഇങ്ങനെ ജപമുണ്ട്. പിന്നെ ഭഗവാൻ ഓച്ചറ അമ്പലത്തിൽ ഡെയിലി അർച്ചനകളുണ്ട്. മുടങ്ങാറില്ല. 5 വർഷം കൊണ്ട് ഇതുവരെ മുടങ്ങിയിട്ടില്ല. മുഴുക്കാപ്പ് എല്ലാ മാസവും 5 വർഷം കൊണ്ട്. ചേട്ടൻ്റെ മകൻ ദേവസ്വം ബോർഡിലായി. ഷായിച്ചൻ്റെ ജോലി മകന് കിട്ടിയായിരുന്നു. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ദേവസ്വം ബോർഡിലിരുന്ന് മരിച്ചുകൊണ്ട് അയാളിപ്പോൾ സബ് ഗ്രൂപ്പ് ഓഫീസറാണ്.
എല്ലാ മാസത്തെ അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ എഴുതിപ്പിക്കുകയോടെ എല്ലാ മാസവും മുഴുക്കാപ്പ് ഇങ്ങനെ എല്ലാം നാളെ ഇങ്ങനെ ചെയ്തുകൊണ്ട് മക്കളുടെ പേരിൽ ചെയ്തുകൊണ്ട് അപ്പം ഭഗവാൻ നമ്മളെ അതുപോലെ നോക്കില്ലേ. നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ അതുകൊണ്ട് ജീവിതമൊക്കെ സുഖമാണ്, സന്തോഷമാണ്. നമുക്ക് ഒട്ടുകൊണ്ട് ധാരാളം ഇത്തരം കണ്ടെത്തലുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ കണ്ടെത്തൽ സമൂഹം നമ്മളെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഉണ്ണീഷൻ കുറേ കണ്ടെത്തലുകൾ കണ്ടെത്തി. അക്ഷരായാലും വൈത്താരിയാണെങ്കിലും ഇതിൻ്റെ പാരമ്പര്യമാണെങ്കിലും നേരത്തെ പറഞ്ഞ എല്ലാ ഇപ്പോൾ ഇത്തരം പുതിയ പുതിയ ശിഷ്യന്മാരെ കണ്ടെത്തി അവരൊക്കെ വിളിച്ചു. ഉണ്ണീഷനെ സമൂഹം കണ്ടെത്തി എന്ന് തോന്നിയിട്ടുണ്ടോ? അത് പുരസ്കാരങ്ങളിലൂടെയോ അല്ലെങ്കിൽ അത് കിട്ടിയത് പറയാം, എന്നിട്ട് ഞാൻ പിന്നെ ചോദിക്കാം. എനിക്ക് ഇഷ്ടംപോലെ ഈ പുരസ്കാരങ്ങൾ ഒരു 10, 100, 150 മേളിലോളം പുരസ്കാരങ്ങളുണ്ട്. അതെല്ലാം ക്ഷേത്രങ്ങൾ തരുന്നതും മറ്റേ തരുന്നതും. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് വലിയൊരു പുരസ്കാരം കലാദർപ്പണത്തിൻ്റെ 2005 ഇപ്പോഴും എൻ്റെ ഇത് പോകേണ്ടത്. കലാകുലപതി മട്ടന്നൂർ ആശാനായിരുന്നു. കുലപതിക്കുള്ള അവാർഡ് മട്ടന്നൂർ ആശാനും കലാരത്ന എനിക്കുമായിരുന്നു. പള്ളിപ്പാട് അച്യുതമാരാർ പുരസ്കാരം എനിക്കായിരുന്നു. ഞെരളത്ത് ഹരിഗോവിന്ദനുണ്ടായിരുന്നു. പിന്നെ സുരേന്ദ്രൻ ചേട്ടൻ്റെ ഭാര്യ, അവർക്ക് ഡാൻസ് ഏതാണ്ട് സംഗീതം, അവർക്ക് അദ്ദേഹം കലാമണ്ഡലം സുരേന്ദ്രേട്ടൻ്റെ വൈഫിനുണ്ടായിരുന്നു. 2005 ഇപ്പോഴും നല്ല അത് ഓർമ്മ വെക്കാൻ അത് മട്ടന്നൂർ ആശാന് കുലപതി എന്ന് പറയും. അദ്ദേഹത്തിന് അടുത്ത് ഒരു സൈഡിൽ നിൽക്കാനൊരു ഭാഗ്യം. ഏതാ മട്ടന്നൂർ, അതാണ് ഇപ്പോഴും മനസ്സിലിരിക്കുന്നത്. ഞാൻ ഈ അച്ഛനെ അതേ എൻ്റെ അച്ഛൻ്റെ 20 വർഷം മുമ്പേ മട്ടന്നൂർ ആശാന കുലപതി എനിക്ക് അത് ഭയങ്കര രസം. എനിക്ക് തരുന്നത് ആശാനാണ് തരുന്നത്. ആ ഫോട്ടോ ഇപ്പോഴും ഞാൻ നിധി പോലെ സൂക്ഷിച്ചു വെച്ചപ്പോണ്ട്. ആശാന എനിക്ക് തരുന്നത് അന്ന് ആശാനെ നേരിൽ കാണുന്നത്, അല്ലാതെ ഇങ്ങനെയുള്ള ആശാനെ നേരിൽ കാണുന്ന അച്ഛനെ ഉണ്ടായിരുന്നു. അച്ഛന് ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മസ്കറ്റിൽ ഒരാഴ്ചയാണ് 20 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നാട്യത്തിൻ്റെ ഒരു അവാർഡ് മസ്കറ്റിൻ്റെ ഒരു അവാർഡ്. പിന്നെ അല്ലാതെ സർക്കാരിൻ്റെ ഒന്നുമില്ല. തെക്കൻ നാട് എന്ന് പറയുമ്പോൾ അത് ഇപ്പം, പക്ഷെ ഞാൻ ജനിച്ചത് വടക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലും ഞാൻ വടക്കൻ നാട്ടിലായിരുന്നെങ്കിൽ അന്ന് എനിക്ക് അവാർഡുകളൊക്കെ കിട്ടി, പത്മശ്രീയൊക്കെ കിട്ടിയത്. തെക്കൻ നാടായി പോയത് കൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവര് കലാകാരന്മാരെ പുരസ്കരിച്ച് കൊണ്ട് കണ്ടെത്തുന്നേക്കാൾ അവരുടെ അരങ്ങുകൾ ധാരാളം കൊടുത്തിട്ട് തീർച്ചയായിട്ടും തെക്ക് ധാരാളം അരങ്ങുകൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ശിഷ്യന്മാർ അത് ഒരു വലിയ ശിഷ്യ സമ്പത്ത് എന്ന് പറഞ്ഞ വലിയ എന്തോ തീർച്ചയായിട്ടും ഭയങ്കര എന്ന് വെച്ചാൽ ഒരു ബാങ്കാണ്. അത് സമ്പാദ്യം തരുമെന്നുള്ളതല്ല. ഇന്നും ഉന്നതങ്ങളിലേക്കുമ്പോൾ എൻ്റെ ആശാന അല്ലെ എൻ്റെ ശിഷ്യനാണ്. അതിനകത്ത് പരിമല ഒരു കാർഡിയോളജി ഉണ്ട്, ഡോക്ടർ ജോസിൽ ശിഷ്യനാണ്. പാലക്കാട് എനിക്ക് ശിഷ്യന്മാരുണ്ട്. പാലക്കാട് ഇടത്തറയിലെ ശിഷ്യത്തിയുണ്ട്. അവിടെ ഞാൻ തായം പഠിപ്പിച്ച് അവിടെ അരങ്ങേറ്റി. അവളെ അവിടെ അരങ്ങേറ്റുക. അന്ന് മട്ടരാശ ചോദിച്ചു എന്താ ഉണ്ണീടെ അടുത്ത് ഇവിടെ അത് ആശൻ ചിലപ്പം അപ്പോൾ ഉണ്ണീശേട്ടായി ചോദിക്കും ഇത്രയും ചെണ്ടക്കാരുള്ള. അന്ന് രാമകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു, അവസാനം രാമകൃഷ്ണനൊക്കെ അരങ്ങേറ്റം കാണാൻ വരാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഓരോരുത്തരും ഒരു താല്പര്യങ്ങൾ. ഞാൻ അമൃത യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു 3 വർഷം. അവിടുത്തെ ഹെഡ് നാരായണ സാറിനെ എല്ലാം ഞാൻ ചെണ്ട പഠിപ്പിച്ച് അരങ്ങേറ്റമൊക്കെ കഴിച്ചതാണ്. നാരായണ ഒത്തിരി അമൃത യൂണിവേഴ്സിറ്റിയിൽ ഒരു 2 വർഷമോളം ചെണ്ട പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പരിമല അതാണ് എൻ്റെ ഈ ഒത്തിരി വലിയ എൻ്റെ ഒരു മനുഷ്യനെ ആക്കാന്ന് പറഞ്ഞാൽ സെമിനാരി, പരിമല സെമിനാരി മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കുറേ കുട്ടികളുണ്ട്. അതിനെ നേരെയാക്കുക എന്ന് പറഞ്ഞ അറിയാമല്ലോ ഉണ്ണീശേട്ടാ. നമ്മളാകുമ്പോൾ കുറച്ച് വേണം നമുക്ക് ഒരു അടി കൊടുക്കാനൊക്കെ തോന്നത്തില്ലേ. അങ്ങനെയൊക്കെ ഉള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു പരിമല സെമിനാരിയിൽ മാനസികമായിട്ട്. ആ കുട്ടികളെല്ലാം ഞാൻ ചെണ്ട പഠിപ്പിച്ചു, ഒട്ടിച്ച് നമ്മൾ അവരാകണം.
അവിടോട്ട് ചെല്ലണം. അത് ഉണ്ണിക്ക് സാധിക്കലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ ധാരാളം ശിഷ്യന്മാരും അതെ, അവരാകണം. പഠിപ്പിക്കാൻ ഇപ്പം ഇപ്പം ഒരാൾ ഇപ്പോൾ ഉണ്ണിശ്വരൻ തന്നെ കൊച്ചുമക്കൾ വന്ന് നമ്മളെ അടുത്ത് വന്ന് എന്തെങ്കിലും സംസാരം മിണ്ടാരി എന്ന് പറയും. ആ കുട്ടിക്ക് അതേ അറിയുള്ളൂ. ആ കുട്ടിക്ക് അതേ അറിയത്തുള്ളൂ. ആ പ്രായത്തിൽ നമ്മളും ഇതായിരിക്കും കാണിച്ചത്. അതെ അതെ അതെ, അത് നമുക്ക് ഈ പ്രായത്തിലും അറിയാൻ സാധിക്കണം. അതെ അതെ അതെ, അത് നമ്മൾ അതല്ലേ പറയാം. നമ്മൾ അവരാണ് അവിടെ ഒരു ബഹളം വെക്കുമ്പോൾ ഈ ഞാൻ ആദ്യത്തെ ഒന്നും കണ്ടിട്ടില്ല, അത് നമ്മൾ അതെല്ലാം അത് കഴിഞ്ഞാൽ എങ്ങനെയും കുട്ടി ധാരാളം അരങ്ങുകൾ കൂട്ടിയിട്ടും കുറേ കണ്ടെത്തിയിട്ടും കുറേ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടും സന്തോഷമായിട്ട് കഴിയുള്ളൂ തൻ്റെ മേഖലയിൽ. കുടുംബം എങ്ങനെയാണ് വെച്ചാൽ കുടുംബത്തിൽ വൈഫ് ഇപ്പം ഞാൻ കുടുംബത്ത് എൻ്റെ അച്ഛൻ താമസിക്കുന്നിടത്ത് ഒരു വലിയ പറമ്പിൽ തന്നെയാണ്. കുടുംബത്ത് അച്ഛൻ താമസിക്കുന്നിടത്ത് എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനാണ് ഭദ്രനും വൈഫും അമ്മയും അവിടെയാണ്. ഞാൻ അതിനോട് ചേർന്ന് തന്നെയാണ്. നോക്കിയാൽ കാണുന്ന ദൂരമാണ്, നോക്കുമ്പോൾ കാണുന്ന ദൂരത്താണ്. അവിടെ ഞാൻ, വൈഫ് മീന, വീട്ടുകാരിയൊക്കെ. പിന്നെ മറ്റേ മീന ഞങ്ങൾ മീനാക്ഷി എന്ന് വിളിക്കും. മീന തയ്യൽ സ്റ്റിച്ചിങ് ഉണ്ട്. പിന്നെ മൂത്തത് മകന് ഇപ്പോൾ 29 വയസ്സോളമായി. കല്യാണം എല്ലാം റെഡി ആയിരിക്കുന്നു. ദുബൈയിലാണ്. മകള് BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ. അങ്ങനെ കുടുംബം സുഖമായിട്ട് പോകുന്നു. എല്ലാം കൊണ്ട് സന്തോഷമാണ്. എങ്ങനെയും എനിക്ക് ഇത്ര നേരം സംസാരിച്ചത് നമ്മൾ കഷ്ടി 1.5 മണിക്കൂറോളം സംസാരിച്ചു. സത്യം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ മറ്റൊന്നും സംസാരിച്ചില്ല. കൊട്ട തൊഴിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കാഴ്ചപ്പാടുകൾ, അവന് എന്തായാലും ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. തീർച്ചയായും വളരെ വ്യക്തമായിട്ട് ഉണ്ണീഷൻ അത് കണ്ടെത്തുകയും ചെയ്തു. അത് സമൂഹത്തിനോട് പറയാൻ ഉള്ള അത് രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ നമുക്കിനി ഏകദേശം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇനി ഇത്തരം കണ്ടെത്തലുകൾ പുതിയ തലമുറയോട് അല്ലെങ്കിൽ വാദ്യലോകത്തോട്, വാദ്യം പഠിക്കുന്ന തലമുറയോട് എന്താണ് ഉണ്ണീഷന് ഒരു സന്ദേശമായിട്ട് കൊടുക്കാനുള്ളത് എന്ന്, അതായത് ഞാൻ പറയാൻ കാരണം, ചോദിക്കാൻ കാരണം ഉണ്ണീഷനെ കൊണ്ട് അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് പലപ്പോഴായിട്ട് പറഞ്ഞു എല്ലാവരെയും ഒരേപോലെ സമൂഹം കണ്ടോളണമെന്നില്ല. ഓരോരുത്തർക്കും കിട്ടുന്ന അംഗീകാരങ്ങൾ, കിട്ടുന്ന അവസരങ്ങൾ അതൊക്കെ ചിലപ്പോൾ ഏറി കുറഞ്ഞും വരാം. അതെ അതെ. പക്ഷെ കേരളത്തിലുള്ളതോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതോ കലാകാരന്മാർക്ക് പലതരത്തിലാണ് അതുപോലെ അവസരങ്ങൾ ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഒരാളെയും താഴ്ത്തിയിട്ടോ ഉയർത്തിയിട്ടോ കാണാൻ അരുത് എന്നാണ് പറയാനുള്ളത് അല്ലേ? എല്ലാവരും ഒരുപാട്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പിന്നെ ശരിക്കും അതിൽ ധാരാളം കാഴ്ചപ്പാടുകളുണ്ട്. അത് പുതുതലമുറ അറിയുക വേണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കണ്ടെത്തലുകൾ പുതുതലമുറയോടുള്ള സന്ദേശമായിട്ട് ഈ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഉണ്ണീഷന് ഈ പുതിയ ആൾക്കാരോട് പറയാനുള്ളത്? ഇതേപോലെ കണ്ടെത്തലുകൾ ഇനിയും വേണമെന്നാണോ, അല്ലെങ്കിൽ ഇതിലേറെ കണ്ടെത്തലുകൾ വേണമെന്ന്? തീർച്ചയായിട്ടും ഈ പഴമ വിടാതിരിക്കണം. തീർച്ചയായിട്ടും അത് പഴമ. അപ്പം നമ്മൾ പറയത്തില്ലേ, ഏതൊരു ഇപ്പം ആശാനായാലും ഉണ്ണിശേട്ടനായാലും ഞാനായാലും ചെന്നു ആദ്യമേ ഒരു കുട്ടി ചെണ്ട പഠിക്കാൻ വരുമ്പോൾ ആദ്യമേ ഗണപതി കൈയല്ലേ തക്കിട്ട് തുടങ്ങുക എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാം ഒന്നും വിടാതെ അതിൻ്റേതായ പൂർണ്ണ രൂപത്തിൽ അതിനെ തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാം നമ്മൾ പുതുമ വേണ്ടാന്ന് ഞാൻ പറയില്ല. പുതുമ വേണമെങ്കിലും ചെയ്യണം. പിന്നെ ഈ പഴമ ഒരിക്കലും അത് വിട്ടുമാറാൻ നമ്മുടെ പ്രാദേശികമായ മേളങ്ങൾക്കായാലും എന്തിനായാലും അതിൻ്റേതായ ഒരു ചിട്ടാവട്ടങ്ങളുണ്ട്. അത് ഇപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ പോകണം. ഇപ്പോൾ ഓരോരുത്തരൊക്കെ ഇപ്പോൾ മേളങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട്. നവമേളങ്ങളും ഒത്തിരി മേളങ്ങൾ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ പിന്നെ താഴെ വശം കൂടെ ചിന്തിക്കണം.
അടിസ്ഥാനങ്ങൾ അതിൻ്റെ പഴയ ഇപ്പം ഞാൻ ഇന്നാളെ ചിന്തിക്കാറുണ്ട് അങ്ങനെ പഴയ ഇടകാലം ഈ പറഞ്ഞില്ലേ ചേട്ടാ, പഴയ മേളങ്ങളൊക്കെ ഒത്തിരി വടക്കായാലും ഉണ്ട്, അതാരും ഇപ്പോഴും ഇങ്ങനെ കൊട്ടാറില്ല. എല്ലാവരും അതിൻ്റെ പുതുമ തേടിപ്പോൾ അങ്ങനെയല്ല, പഴമ വിടാതെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. പഴമ എന്നാലേ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കത്തുള്ളൂ. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്കായാലും ആർക്കായാലും വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനൊക്കത്തുള്ളൂ. അല്ല എന്താണ്ട് ഇങ്ങനെ കൊട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇന്നിടം തൊട്ട് കൊട്ടണമെന്ന്. അപ്പോൾ അതെല്ലാം നല്ലതാണ്. എല്ലാവരും നല്ല രീതിയിൽ അത് പരിശ്രമിക്കുക, അത് കണ്ടെത്തുകയും അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക, അതാണ്. എങ്ങനെയും ഇനിയിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു 7 മാസത്തോളമായി ഉണ്ണീഷിൻ്റെ പിന്നാലെ നടക്കുന്നു. പല തവണ പല അസൗകര്യങ്ങൾ പറഞ്ഞിട്ട് ഉണ്ണീഷൻ അങ്ങനെ മാറിപ്പോയി. പക്ഷേ ഞാനിപ്പോൾ അതിൽ ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇരിക്കുന്നത് വലിയ ലോകത്തിൽ തന്നെ ഒരു സരസ്വതി ക്ഷേത്രത്തിന്റെ. അതെ 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 അതെ, ഞാനത് ഭയങ്കര ഒരു അനുഗ്രഹം. അതൊരു മൂകാംബിക ക്ഷേത്രത്തിന്റെ അത് അവിടെ അടുക്കലാണ് നമ്മൾ. അത് ഞാൻ ഇപ്പൊ എന്നോട് കൂടെ വന്നവര് സുരേഷും കലാവേദി സുരേഷും ഒക്കെ പറഞ്ഞു, ഉണ്ണീഷൻ ചിലപ്പം ഉണ്ണീശേട്ടന് പുതിയൊരു അനുഭവമായിരിക്കും എന്ന് പറഞ്ഞ്. കലാമണ്ഡലം ഉണ്ണീഷൻ ചേട്ടന് പുതിയൊരു അനുഭവമായിരിക്കും, വെളിയിൽ വെച്ചൊരു വേറെ ആയിരിക്കും ഇതുപോലെ ദേവീ സന്നിധി അടുത്ത്. അതുപോലെ ഇപ്പൊ ഞാൻ എൻ്റെ ഇന്റർവ്യൂകൾ മിക്കവാറും 99% പറഞ്ഞ പോലും വേറൊരാൾ ചോദിച്ചിട്ടാണ്. ഞാൻ എനിക്ക് ഉണ്ണിയോട് ചോദിക്കാൻ സാധിക്കുക അത് ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ തന്നെ ആവുക. വൈകിച്ചാലും ആ വൈകിയതിൽ ധാരാളം മധുരങ്ങളുണ്ട് എന്നാണ് അല്ല. പിന്നെ ഉണ്ണീഷിൻ്റെ അനുഭവങ്ങൾ ഞാൻ കേട്ടറിയാത്ത, അല്ലെങ്കിൽ എനിക്ക് എന്നെ പോലുള്ള മറ്റു പലരും കേട്ടോളുന്നില്ല, അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി ഇത് സമർപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് ധാരാളം സന്തോഷമുണ്ട്. ഉണ്ണീഷിൻ്റെ പ്രവർത്തനങ്ങൾ അത് വാദ്യ കൊട്ടിലായിക്കോട്ടെ, അക്ഷരങ്ങളോടുള്ള മലയാളത്തിനോടാണ് എനിക്ക് സ്നേഹം, താല്പര്യം എന്നൊക്കെ ഉണ്ണീഷൻ നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള കണ്ടെത്തലുകൾ, ഒപ്പം പുരാണമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ വാദ്യകല എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു പുതിയ തലമുറയ്ക്ക് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ അവതരണങ്ങളാവാം എന്ന് പറഞ്ഞു. ഇത്തരം പുതിയ കാഴ്ചപ്പാടുകൾ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഉണ്ണീഷൻ സംസാരിച്ചതിൽ ആസ്വാദക ലോകത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ണീഷനോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ സ്നേഹവും ആദരവും ഞാൻ ഉണ്ണീഷിനെ അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി, സന്തോഷവും അറിയിക്കുന്നു. അത് എനിക്കൊരു മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ ഉണ്ണീഷേട്ടൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു ഒന്നും പറയാനില്ല. ഉണ്ണീഷേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിനി ഒന്നും പറയാനില്ല. നന്ദി, നമസ്കാരം.